ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നമ്മുടെ അരുമകളെ എങ്ങനെ നമ്മൾ മുടിയെല്ലാം സെറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് അവരുടെ പരിപാലനം, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂമിങ് വീഡിയോ ആണ് ഇടുന്നത്. ഇവർക്ക് ഹെയറെല്ലാം നമ്മൾ കറക്റ്റാಗಿ നോക്കിയില്ലെങ്കിൽ അത് മൊത്തവും ജട കെട്ടി അത് നമുക്ക് വെട്ടിക്കളയേണ്ട ഒരവസ്ഥ വരും. കാരണം ഇവർക്ക് ഹെയർ ഇല്ലെങ്കിൽ ഇവരെ കാണാൻ ഒട്ടും കൊള്ളും. ഇതാണ്ട് ദേവൻ്റെ മുടിയെല്ലാം പോയി. നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കും. നമുക്കൊരു മെയിലാണ് ഉള്ളത്, ബാക്കിയെല്ലാം ഫീമെയിലാണ്. ഇവനാണ് പൂക്കി, ഇവൻ ചാമ്പ്യനാണ്. അവൻ്റെ മുടി നമ്മൾ എന്നും അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അവന് വെട്ടിക്കളയേണ്ടി വരും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരമാണ് ഗൈസ്. ഇപ്പം നമ്മൾ രാവിലെ തുടങ്ങുന്ന ജോലിയാണ്. വൈഫാണ് ഇതെല്ലാം സഹായിക്കുന്നത്, മക്കളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പൂടിൽ നിന്ന് കളിക്കുന്നു. അവൾ ഭയങ്കര കൂട്ടാണ്, ഭയങ്കര കളിയാണ്. അവർ സ്നേഹമാണ് ഇവരെല്ലാവരും. കളങ്കമില്ലാത്ത സ്നേഹം നായ്ക്കൾക്ക്. മനുഷ്യനെക്കാട്ടി നന്ദിയുള്ളൊരു ജീവി ഭൂമിയിൽ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് നമ്മുടെ ഡോറയാണ് നിൽക്കുന്നത്. അവൾക്ക് 2 വയസ്സായി. ഇത് പൂടിക്കും 2 വയസ്സായി. ദേവ് അവളൊരു പ്രസവം കഴിഞ്ഞ് അവളുടെ കുട്ടിയെ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. വൈഫാണ് എല്ലാത്തിനെയും മുടിയെല്ലാം സെറ്റ് ചെയ്ത് ഹെയറെല്ലാം ഗ്രൂം ചെയ്ത്. ഇത് അവരുടെ കൂടാണ്. കൂട് രാവിലെ ക്ലീനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. മക്കളായിരിക്കും. ഞാനിങ്ങോട്ട് നോക്കാറില്ല, കാരണം കുട്ടികളും എല്ലാവരും സഹായിക്കും. തറയൊക്കെ തുടയ്ക്കും. ഇവരെല്ലാവരും മൂത്രമൊഴിച്ച് കിടും. വൈഫ് നല്ല പാടുപെടുന്നുണ്ട്. 1.5-2 മണിക്കൂർ ഒരൊറ്റ ഇരിപ്പാണ്. മുടി കോതി കെട്ടി വയ്ക്കും. ഇവർക്ക് നമ്മൾ ഇടയ്ക്ക് ട്രിം ചെയ്തതാണ്. ഇവൾക്ക് നല്ല മുടിയുണ്ടായിരുന്നു. അവൾക്ക് ഡബിൾ കോട്ടാണ്. അവൾ അത്യാവശ്യം കോസ്റ്റ്ലി ഷാമ്പുവൊക്കെയാണ് ഇവർക്ക് ഉപയോഗിക്കുന്നത്. നല്ല റേറ്റാണ് ആ ഷാമ്പുവിനൊക്കെ. പിന്നെ ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ നമ്മളെ മക്കളെപ്പോലെ നമ്മൾ നോക്കണോണ്ട് നമ്മൾ അതൊന്നും പറയില്ല കാര്യം. ഇങ്ങനെയുള്ള ഫുഡ് കൊടുത്താലേ ഇവർക്ക് പറ്റുള്ളൂ. അകത്ത് വീടിനുള്ളിൽ വളർത്തുന്ന ബ്രീഡുകളായതുകൊണ്ട് നല്ലപോലെ ഇവരെ ശ്രദ്ധിക്കണം. പിന്നെ ഇതെല്ലാം ഇവർക്ക് കൊടുക്കുന്ന മെഡിസിൻസാണ്. ഇവർക്ക് വൈറ്റമിൻസ് എല്ലാം കറക്റ്റ് എല്ലാ ദിവസവും കൊടുക്കണം. പിന്നെ ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുന്ന വൈറ്റമിൻസും ഉണ്ട്. ഇത് നമ്മുടെ പൂക്കിമോൻ മേടിച്ച് തന്ന ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന ട്രോഫിയും മെഡലും ഒക്കെയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇറക്കിയ മത്സരങ്ങൾക്കെല്ലാം അനന്തപുരി ഷോ ആയാലും ട്രിവാൻഡ്രം ഷോ ആയാലും 2 ഷോയിലും ഞങ്ങൾക്ക് കപ്പും മെഡലും കിട്ടിയായിരുന്നു ഗൈസ്. പിന്നെ ഇദ്ദേഹം ഋഷി രാജല, ഇത് മോനാണ്. ഇളയ മോനും മൂത്ത മോനുമാണ്. ഇതാണ് നമ്മുടെ പൂക്കിമോൻ. ഇദ്ദേഹം കേണൽ ഋഷി രാജലക്ഷ്മി. ഇദ്ദേഹം എൻ്റെ പൂക്കിമോനെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടോ ഗൈസ്? അദ്ദേഹത്തിന് പരിചയപ്പെടാൻ കഴിഞ്ഞ വലിയ സന്തോഷം. പുള്ളിയെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാം. ഇത്രയും വലിയ വലിയ ആൾക്കാർ പങ്കെടുക്കുന്ന ഷോയിൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാർ ഞങ്ങളുടെ പേര് വരുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. വൈഫിനെ ആണ് ഇറക്കിയത് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഈ ബുക്കിലൊക്കെ ഇത്രയും ആൾക്കാർ 10-200 പേജ് എങ്ങാണ്ടുണ്ട്. അതിൽ ഞങ്ങളുടെയും പേര് വന്നതിൽ വളരെ സന്തോഷം. ഇതിപ്പം ട്രിവാൻഡ്രം ഷോയുടെ ബുക്കാണ്. അനന്തപുരി 2 ഷോയിൽ ഞങ്ങൾ ഇതിനിപ്പം ട്രിവാൻഡ്രം ഷോയ്ക്ക് 2500 രൂപ എൻട്രി ഫീസ് അവർ വാങ്ങിയായിരുന്നു. നല്ലതായിരുന്നു. ഇൻ്റർനാഷണൽ പിന്നെ ജഡ്ജസൊക്കെയാണ് വരുന്നത്. നമുക്ക് അവരുടെയൊക്കെ നമുക്ക് ഒന്നും അറിഞ്ഞൂടെ അതിന് പോയത് ഗൈസ്. ഇത് അവളുടെ പേരാണ്, വൈഫിൻ്റെ, ഗായത്രിയൻ. അപ്പം സന്തോഷമുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കാനും. ഈ ആദ്യമായിട്ട് വർഷങ്ങളായിട്ട് പട്ടി വളർത്തുന്നെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. പിന്നെ ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു വരുമാന മാർഗം ഈ ഒരു ഓട്ടോയാണ്. ഈ ഓട്ടോ ഓടിച്ചാണ് ഈ പട്ടിയും കുതിരയും മക്കളെയും വീടുമൊക്കെ നോക്കുന്നത്. ഇതിൽ പുറത്ത് സാധനമൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ സൈറ്റുകളിലും ഡെലിവറി ചെയ്യും. അതാണ് എൻ്റെ ജോലി. ബാക്കിയെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ്. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുവോളം എന്നറിയാം. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി. എങ്കിലും ഞാനെല്ലാം നേടിയെടുക്കും ഗൈസ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഈ നിലയിലെത്തിയത്. 0-ൽ നിന്നും എത്തിയൊരു മനുഷ്യനാണ്. എനിക്കൊരു കുഞ്ഞു വീട്, 2 സെൻറ്റ് സ്ഥലത്തിനകത്തൊരു വീടും പിന്നെ 4 പട്ടി, ഒരു കുതിരയും മാത്രമേ ഉള്ളൂ ഗൈസ് ആകപ്പാട്. എങ്കിലും ഇനിയെല്ലാം നേടും ഞാൻ.